രണ്ടാമതായി നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുമായുള്ള ഗ്രൗണ്ടിലെ ഉരസലാണ്. രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു നയിച്ചിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം. ജഡേജയെ റണ്ണൌട്ടാക്കാൻ സഞ്ജു എറിഞ്ഞ പന്ത് നേരെ ജഡേജയുടെ ശരീരത്തിലാണ് പതിച്ചത്. ജഡേജ മനഃപൂർവ്വം ഓടുന്ന വഴി മാറി ത്രോ തടസ്സപ്പെടുത്തിയെന്ന് സംശയിച്ച സഞ്ജു അദ്ദേഹത്തോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയായിരുന്നു. അല്പം പരുക്കനായി പെരുമാറിയ സഞ്ജു പിന്നീട് അമ്പയറോട് കാര്യം പറഞ്ഞ് കൂടുതൽ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. മൂന്നാമത്തെ സംഭവം അമ്പയർമാരുടെ തീരുമാനത്തിനെതിരെ സഞ്ജു പരസ്യമായി പൊട്ടിത്തെറിച്ചതാണ്. 2024 IPL സീസണിൽ ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ സഞ്ജു പുറത്തായ രീതി വലിയ ചർച്ചയായിരുന്നു. ബൗണ്ടറി ലൈനിനടുത്ത് ഷായ് ഹോപ്പ് എടുത്ത ക്യാച്ച് ശരിയാണോ എന്നതിൽ സംശയമുണ്ടായതോടെ സഞ്ജു നേരെ ഗ്രൗണ്ടിൽ വന്ന് അമ്പയർമാരുമായി തർക്കത്തിലേർപ്പെട്ടു. തീരുമാനം അനുകൂലമാകാത്തതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് പിന്നീട് വലിയ തുക പിഴയായും ഒടുക്കേണ്ടി വന്നു. അവസാനമായി ഹർദിക് പാണ്ഡ്യയുമായുള്ള മൈതാനത്തെ വാശിയേറിയ പോരാട്ടമാണ്. ഹർദിക്കിന്റെ പന്തിൽ സഞ്ജു അടിച്ച ഒരു കിടിലൻ ഷോട്ട് ഹർദിക്കിനെ പ്രകോപിപ്പിച്ചു. ഇതിനു പിന്നാലെ ഹർദിക് സഞ്ജുവിനെ സ്ലെഡ്ജ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കേറ്റത്തിന് നിൽക്കാതെ ബാറ്റുകൊണ്ട് മറുപടി നൽകാനാണ് സഞ്ജു തയ്യാറായത്. തൊട്ടടുത്ത ഓവറുകളിൽ റാഷിദ് ഖാനെതിരെ തുടർച്ചയായി 3 സിക്സറുകൾ പറത്തി സഞ്ജു അതിനുള്ള മറുപടി നൽകി. കൂൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുമ്പോഴും ടീമിനു വേണ്ടി ആവശ്യമുള്ളപ്പോൾ തൻ്റെതായ നിലപാടുകൾ ഉറക്കെ പറയാൻ മടി കാണിക്കാത്ത ഒരു യഥാർത്ഥ പോരാളിയാണ് സഞ്ജുവെന്ന് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നു.